എല്ലാവർക്കും മിസ് വി റേഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകും. പാത്രം തലേന്ന് രാത്രി കഴുകി വെക്കുന്നതാണ്. പിന്നെ ഈ കലമൊക്കെ ഞാൻ മുറ്റത്തിട്ടാണ് കഴുകുന്നത്. അത് രാവിലെ ചെയ്യുള്ളൂ. അതിനുശേഷം പെരയെല്ലാം തൂത്തുവാരിയെല്ലാം തുടച്ചു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിരവയുടെ പല്ലിന് മൂർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എല്ലാത്തിനും എടുക്കുന്നത്. പക്ഷേ ഇത് ഇത്തിരി അരഞ്ഞു പോയത് കൊണ്ട് ഞാൻ ആ പുട്ടുപൊടി തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ പുട്ടിന് കറിയും മുട്ടക്കറിയും കടിഞ്ചായയും. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ താലമുണ്ട്. അപ്പം താലം എടുക്കുന്ന കുറച്ച് പേരുടെ ഡ്രസ്സ് തയ്ക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തയ്ച്ച് തീർക്കണം. അപ്പോൾ എനിക്ക് തയ്യലിൽ ഈ ടേപ്പ് കത്രിക എന്ന് പറയുന്നത് പോലെ തന്നെ അത്യാവശ്യമുള്ള 3 സാധനങ്ങളാണ്. ഒരു സ്ട്രോങ് ചായ, വിക്സ്, പിന്നെ എൻ്റെ കണ്ണാടി. ഇത് 3 ഉണ്ടെങ്കിലേ എനിക്ക് തയ്യൽ നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ലൈനിങ് മെറ്റീരിയലൊക്കെ എടുത്ത് നേരെ ഇടുവാണ്. എന്നിട്ട് അതിൽ അളവൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആകെപ്പാടെ തയ്യൽ പഠിച്ചിട്ടുള്ളൊരു 20 ദിവസത്തിനുള്ളിലുള്ള ടൈമിലാണ് നമ്മൾ തയ്യൽ പഠിച്ചത്. ആ 20 ദിവസത്തിനുള്ളിൽ ഞാൻ തയ്യലെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ല, 10ാം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ട്യൂഷന് പോയി തുടങ്ങിയപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ്സിൻ്റെ നേരെ താഴെയാണ് ഈ തയ്യൽ പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പം ഈ ട്യൂഷൻ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഞാൻ അവിടെ ചെല്ലും. അങ്ങനെ ഒരു 20 ദിവസമൊന്നും പോയിട്ടില്ല, ഒരു 10-16 ദിവസം അങ്ങനെ നമ്മളെന്താ പറയുന്നത്, ചുരിദാർ, ഷെമ്മി, പെറ്റിക്കോട്ട് അങ്ങനെയൊക്കെ പഠിച്ചു. നിൽക്കെ ഞാൻ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയെന്ന് അരിക്ക് വെള്ളം വിട്ടു, അരിയും വിട്ടു. ഇതെൻ്റെ ആദ്യത്തെ മിഷനാണ് കേട്ടോ. ഞാൻ ഈ തയ്യൽ പഠിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് അച്ഛൻ മിഷൻ മേടിച്ചു തന്നു. ആ മിഷനാണിത്. എനിക്കിപ്പോഴും ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. അങ്ങനെ ഇതിപ്പോൾ ഇപ്പോഴത്തെ മിഷനാണ് കേട്ടോ. ഇത് നല്ല സ്പീഡ്, ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ ഈ മിഷീനുമായിട്ട് വലുതായിട്ട് ഇണങ്ങി ചേർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്കിപ്പോഴും എൻ്റെ പഴയ മിഷീനോടാണ് അതാണ് എൻ്റെ കൂടുതൽ ഞാൻ സമ്പാദിച്ചെന്ന് ലക്ഷവും കോടിയൊന്നുമല്ല, കൂടുതലും ഞാൻ ഇണങ്ങി ചേർന്നിട്ടുള്ളത് അതും ആ മിഷീനുമായിട്ടാണ്. ഇതിപ്പോൾ തയ്ക്കുന്നത് ആലിയ കട്ട് കുർത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് തയ്ക്കുന്നത് തന്നെ. സൈഡ് ഓപ്പൺ ഉള്ളതാണ്. പിന്നെ ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി പൊടിമീൻ കിട്ടിയിരുന്നു, അത് മാങ്ങയിട്ട് കറി വെച്ചു. പിന്നെ ഇത്തിരി കോളിഫ്ലവർ ഇരുന്നു, അത് ജസ്റ്റ് കറി പോലാക്കി മാങ്ങാച്ചാർ. ഉച്ചയ്ക്ക് ഇന്ന് അതും കൂട്ടിയാണ് എല്ലാവരും കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊന്ന് തയ്ച്ച് ഒതുക്കിയതിന് ശേഷമേ കഴിക്കുന്നുള്ളൂ. തയ്യൽ പഠിക്കാൻ പോയപ്പോൾ തന്നെ മിഷീൻ മേടിച്ചുകൊണ്ട് എനിക്ക് അതിനോടുള്ളൊരു ടച്ച് വിട്ടുപോയിട്ടില്ല. ഞാൻ എന്താണ് രാവിലെ അവിടെ പഠിപ്പിക്കുന്നത് അത് വൈകുന്നേരം വന്ന് വീട്ടിൽ വന്നിരുന്ന് തയ്ച്ച് നോക്കും, ശരിയാവുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ വലിയൊരു തയ്യൽക്കാരിയല്ല. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അറിയാത്തത് ഫോണിൽ നോക്കി സംശയം മാറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ തയ്ച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോശപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഈ ദിവസം വരെ വന്നിട്ടില്ല. നാളത്തെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ആ ഡ്രസ്സെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാറായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കറണ്ട് പോകരുത്. ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ കറണ്ട് പോയിരുന്നു. അപ്പം ഞാൻ ഈ ഓരോ ജോലി ഒതുക്കാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഒന്ന് കറണ്ട് വരണേ. കറണ്ട് പോകുമ്പോൾ എനിക്ക് വെപ്രാളമാണ്. അങ്ങനെ കണ്ണാടി വെക്കാതെ തയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണിത് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. സ്റ്റിച്ച് വീഴുന്നുണ്ടോ ഇല്ലയോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഞാൻ കുറേ ഇരുന്ന് തയ്ച്ചു കഴിഞ്ഞപ്പോഴാണ് സ്റ്റിച്ച് വീഴാത്ത കാര്യം കണ്ടത്. അങ്ങനെ പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ തയ്ച്ച് തീർന്ന്. പിന്നെ കൈയൊക്കെ ഒന്ന് വെച്ച് ഇതാക്കി വെച്ചാൽ മതി, കുർത്തിയുടെ കൈയൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു സമയത്ത് തയ്ച്ച് തീർന്നിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ ഇതുണ്ട്, അയൺ ചെയ്യണം, കുറച്ചുകൂടെ പണിയുണ്ട് അതിനകത്ത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നേ വരെ കിട്ടിയ കസ്റ്റമേഴ്സിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ഞാൻ തയ്ച്ചു കൊടുക്കുന്നതിൽ ഇഷ്ടപ്പെട്ടവരാണ്. കാര്യം എന്ന് വെച്ചാൽ അത് വീണ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞവരാണ് ഓൾമോസ്റ്റ് ആൾക്കാരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചായയൊക്കെ ഒന്ന് ഇട്ട് കേട്ടോ. തയ്ച്ചു കൊടുത്ത കുർത്തിയുടെയും മറ്റ് ഡ്രസ്സിൻ്റെയും ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൈകുന്നേരമേ അവർക്കും പോകണം. ഇപ്പോൾ സന്ധ്യാസമയം ഞാൻ വിളക്കൊക്കെ തേച്ച് പെരയൊക്കെ തുടയ്ക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ഇനി വിളക്കൊക്കെ വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മറ്റോ ഉണ്ടോ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബായ്.